ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെയൊക്കെ വീടുകളിലുള്ള കോളിഫ്ലവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു കറിയാണ് കേട്ടോ. റോസ്റ്റാണ്. നമ്മളുടെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാനിവിടെ ഇതുപോലത്തെ ഈ ഒരു വലുപ്പത്തിലുള്ളൊരു കോളിഫ്ലവറാണ് എടുക്കുന്നത്. അത് നമുക്ക് ആ ഒരു ഇലയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം, എന്നിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കോളിഫ്ലവർ വൃത്തിയാക്കാനായിട്ട് ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ, അതിൻ്റെ ഫ്ലെയിമിലേക്കൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിനകത്തുള്ള പുഴുവൊക്കെ വേഗം അങ്ങ് ചത്തുപോകാനായിട്ട് കാരണമാവും. അപ്പോൾ കോളിഫ്ലവർ വാങ്ങിക്കുമ്പം നല്ലതാണ്, പക്ഷേങ്കിൽ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തെ പുഴുക്കളെയൊക്കെ വേഗം തന്നെ കൊല്ലാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ വാങ്ങിച്ച കോളിഫ്ലവറിൽ കുറേ പുഴുക്കളുണ്ടായിരുന്നു, ചെറിയ ചെറിയ പുഴുക്കളാണ്, എങ്കിലും കുറേ എണ്ണം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ ഈ ഒരു രീതിയിലൂടെയാണ് റെഡിയാക്കി മാറ്റിയത്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. വളരെ ശ്രദ്ധിച്ച് വേണം കോളിഫ്ലവർ കറി വയ്ക്കാനായിട്ട്, കാരണം അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ എന്തോ കറി വെച്ച് തരുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കോളിഫ്ലവർ വാങ്ങിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഒരു 5-6 പുഴുവുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ പുഴുവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിതുപോലത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. തിരക്ക് പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയല്ല, ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ചെറിയ ചെറിയ ഏതളുകളായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്യും. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് നമ്മളുടെ കോളിഫ്ലവർ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഇത് അതിനകത്ത് എന്തെങ്കിലും നമ്മൾ കാണാത്ത കൃമികീടങ്ങളുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വളരെ നല്ലൊരു മാർഗ്ഗമാണ്, വേഗം തന്നെ അതങ്ങ് നശിച്ച് പോകാനായിട്ട് സാധ്യമാകും. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 അടപ്പ് നമ്മളുടെ വിനാഗിരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി വളരെയധികം നല്ലതാണ്, നമ്മളുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ വൃത്തിയാക്കി കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇപ്പം മുന്തിരി വാങ്ങിക്കുവാണെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നല്ലതാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ മുന്തിരി ഇങ്ങനെയാണ് കഴുകിയെടുക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം നമ്മളുടെ കോളിഫ്ലവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ അത് കിടക്കണം. ഇനി നമുക്കതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഈ ഒരു രീതിയിലാണ് ഞാൻ വെളുത്തുള്ളി കട്ട് ചെയ്യുന്നത്. ചെറുതായിട്ട് ഒന്നും വട്ടത്തി അങ്ങ് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മളുടെ ആ ഒരു മസാല റെഡിയായി വരുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഈ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ ഇടുമ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ 3-4 വട്ടം നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഒലച്ച് കഴുകി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാവേ. കോളിഫ്ലവറിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അര ടീസ്പൂണ് 1 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഈ കോളിഫ്ലവർ വേകുന്ന കൂടത്തിൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിന് പിടിക്കുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളുടെ കറിക്ക് കിട്ടുന്നത്. അപ്പം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അര ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവാനായിട്ടൊന്ന് മാറ്റി വെക്കാവേ. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ. ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മുടെ മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കറിയുടെ ആ ഒരു രുചിയെ മാറി വരും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് എടുത്തുപയോഗിക്കണേ. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാവേ. പിന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം.
അപ്പം സവാളയ്ക്ക് ഇതായി ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊരു കഷ്ണം ചതുരമായിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വഴണ്ട് കിട്ടും കേട്ടോ. ഈ ഇരുമ്പ് ചട്ടി മയക്കുന്ന ഒരു വീഡിയോ ഞാൻ ടിപ്സ് ഓഫ് ഇടുക്കിയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളുടെ ചട്ടിയൊക്കെ മയക്കിയെടുക്കാം. സവോള വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വേഗത്തിൽ നമുക്ക് വഴണ്ട് കിട്ടും. സവാള നന്നായിട്ട് വഴണ്ടതിന് ശേഷം മാത്രം നമുക്ക് നമ്മളുടെ പൊടികളെല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷമാണ് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം മാത്രം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മളുടെ മീറ്റ് മസാല ഉണ്ടല്ലോ, മീറ്റ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മീറ്റ് മസാല എന്ന് പറയുമ്പോൾ ഞാനിതിൽ ചേർത്തിരിക്കുന്നത് ചിക്കൻ്റെ മീറ്റ് മസാലയാണ്. ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും മാറ്റം വരുത്താം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമ്മളുടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവും ആവശ്യത്തിന് മാത്രം മതി. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞു വന്ന സമയം കൊണ്ട് നമുക്കിനി ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചൊന്ന് നീക്കി വെച്ചതിന് ശേഷം നമ്മളുടെ മുട്ടയങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ കൂടെ ഈ മുട്ടയും കൂടി ചേരുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മളുടെ കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെയും നല്ലതാണ്. അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ ഏത് നമ്മളുടെ കാപ്പിയുടെ കൂടെയാണെങ്കിലും പോകും, ചോറിൻ്റെ കൂടെയാണെങ്കിലും പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിയോളൂ. ഇനി നമുക്കിതൊന്ന് ചിക്കി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ വളരെ നല്ലൊരു രുചിയാണ്. വേഗം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴണ്ട് വരും. അതിനുശേഷം നമുക്ക് നമ്മളുടെ കോളിഫ്ലവറിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇവിടെ വെന്ത് റെഡിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, നന്നായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മളുടെ ആ ഒരു അരപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നന്നായിട്ട് വെള്ളം കുറവ് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല കുറച്ച് ഒന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. പക്ഷേ കറി നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വന്ന വീഡിയോസൊക്കെ കാണുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.